സുപ്രീം കോടതിക്ക് ഗവർണറുടെ അധികാരത്തിന് മേൽ നിയന്ത്രണം ഏർപ്പെടുത്താൻ കഴിയുമോ? കോൺസ്റ്റിറ്റ്യൂഷണൽ അതോറിറ്റി ഡിസിഷൻ മേക്കിംഗ് ഡിലേ ആകുമ്പോൾ കോടതിക്ക് ഇടപെടാൻ സാധിക്കുമോ? സുപ്രീം കോടതിയുടെ റീസെന്റ് ഇന്റർവെൻഷൻസിലൂടെ ഈ ചോദ്യങ്ങൾ വീണ്ടും ചർച്ചയാവുകയാണ്. എന്തുകൊണ്ട്? സ്റ്റേറ്റ് ഓഫ് തമിഴ്നാട് വേഴ്സസ് ഗവർണർ ഓഫ് തമിഴ്നാട് 2025 സുപ്രീം കോടതിയുടെ വിധിയിൽ അനിശ്ചിതകാലത്തേക്ക് ബില്ലിൽ ഗവർണർ തീർപ്പ് കൽപ്പിക്കാതിരിക്കുന്നത് ഇല്ലീഗലാണെന്ന് പ്രസ്താവിക്കുന്നുണ്ട്. ഭരണഘടനാ പ്രകാരം ബില്ലിൽ തീർപ്പ് കൽപ്പിക്കുന്നതിന് ഗവർണർക്ക് സമയപരിധി നിശ്ചയിക്കുന്നില്ല. ഈ സാഹചര്യത്തിൽ സുപ്രീം കോടതിയുടെ ഇടപെടൽ ചോദ്യം ചെയ്തുകൊണ്ടാണ് പ്രസിഡന്റ് ആർട്ടിക്കിൾ 143 ഇൻവോക്ക് ചെയ്തിരിക്കുന്നത്. ഈ സുപ്രീം കോടതി ഇടപെടലിന്റെ ഭരണഘടനാ സാധുത ചോദ്യം ചെയ്യുകയാണ് ആർട്ടിക്കിൾ 143 വഴി പ്രസിഡന്റ് ചെയ്തിരിക്കുന്നത്. എന്നാൽ ആർട്ടിക്കിൾ 142 പ്രകാരം കംപ്ലീറ്റ് ജസ്റ്റിസ് എൻഷുർ ചെയ്യാൻ സുപ്രീം കോടതിക്ക് സവിശേഷ അധികാരമുണ്ട്. ഇത് പ്രകാരം ഗവർണർക്ക് സമയപരിധി നിശ്ചയിക്കുകയും അബ്സല്യൂട്ട് വീറ്റോ ഇല്ലാതാക്കുകയും ചെയ്യുകയാണ് സുപ്രീം കോടതി ഇപ്പോൾ ചെയ്തിരിക്കുന്നത്. ഭരണഘടനയിൽ സമയപരിധി നിശ്ചയിക്കാത്ത സാഹചര്യത്തിൽ സുപ്രീം കോടതി ഡെഡ്ലൈൻ ഫിക്സ് ചെയ്യുന്നത് ഭരണഘടനാ സ്ഥാപനങ്ങൾക്ക് മേലുള്ള ജുഡീഷ്യറിയുടെ ഓവർറീച്ച് ആണോ അതോ ഒരു എഫക്റ്റീവ് ഗവേണൻസിന് വേണ്ടിയുള്ള ജുഡീഷ്യൽ ആക്ടിവിസമാണോ?